നാളെ ഗുഡ് ഫ്രൈഡേ. കേരളത്തിലെ ക്രൈസ്തവ സഭകളിലേക്കും CPM-ലേക്കും ഒന്ന് നോക്കുക. ഇരു കൂട്ടരുടെ കയ്യിലും സമ്പത്ത് കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇരു കൂട്ടരെയും ഒരേ സംസ്കാരമാണ് നയിക്കുന്നത്. രണ്ടു കൂട്ടരും ഇന്നിപ്പോൾ ഒരേപോലെ തന്നെ ആന്തരികമായ സംഘർഷങ്ങളും സംഘടനകളും നേരിടുന്നു. ഇതേ സംസ്കാരമാണ് 1976-77 SFI-യിലേക്ക് വന്ന സർഗധനായ നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിനെ ഇപ്പോൾ ജയിലിലാക്കിയിരിക്കുന്നത്. ക്രിസ്തുവിനെ ഇതുവരെ അറിയാൻ കഴിയാത്ത ക്രൈസ്തവ സഭ, അതേ സ്വാധീനവും ദൈവസങ്കല്പവുമാണ് കമ്മ്യൂണിസത്തിൻ്റെത്. നമ്മുടെ സാമാന്യ ബുദ്ധി ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി, ഗുഡ് ഫ്രൈഡേക്ക് എങ്ങനെയാണ് ദുഃഖവെള്ളി എന്ന പരിഭാഷ വരിക? എന്തുകൊണ്ട് നാളെ ഗുഡ് ഫ്രൈഡേ? ആ ഒരൊറ്റ ചോദ്യം മതി ക്രിസ്തുവിനെ അറിയാൻ. ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുക. ഇതിൽ വലിയ തീവ്രമായ ഒരു ശാരീരിക വേദന ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ പറ്റില്ല. എന്നാൽ ക്രൂശിത രൂപത്തിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖഭാവത്തിലേക്കും ശരീരഭാവത്തിലേക്കും ഒന്ന് നോക്കുക. ഒരു കൊതുക് കടിക്കുന്നതിൻ്റെ വേദനയുടെ വെപ്രാളമോ അതല്ലെങ്കിൽ തിരസ്കാരമോ ആ ഭാഷയിലില്ല. ഏത് തീവ്രവും തീക്ഷ്ണവുമായ അനുഭവത്തെ അതുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അംഗീകരിച്ച് അതിനെ യാഥാർത്ഥ്യമായി കണ്ട് സമീപിക്കുമ്പോൾ മാത്രമേ അതിൽ നിന്ന് വ്യക്തിക്ക് മോചനം അതല്ലെങ്കിൽ ഉയിർത്തെഴുന്നേൽപ്പുണ്ടാകൂ എന്നാണ് ക്രിസ്തു നമ്മളോട് പറയുന്നത്. ആർക്കും മുറിവേൽപ്പിക്കാൻ കഴിയാത്ത അനശ്വരതയുടെ ഭാവമാണ് ക്രൂശിത രൂപത്തിൽ ക്രിസ്തുവിൻ്റേത്. സ്വർഗരാജ്യം മരണശേഷമല്ല, ഇവിടെ ഭൂമിയിലാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ക്രിസ്തുവിനെ പകരാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിവതും ശ്രമിച്ചു. പക്ഷേ അതും ഫലിക്കാതെ പോയി. ആൾബലം കൂട്ടി സഭയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് അനശ്വരതയുടെ നേർവിപരീതമായ മരണത്തെ ഉയർത്തിക്കാട്ടി രക്തസാക്ഷി ദിനവും വിലാപദിനവുമായി ഗുഡ് ഫ്രൈഡേ ആചരിക്കുകയാണ്. സഭയുടെ ഈ തനിയാവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്തസാക്ഷിത്വം അഥവാ മരണത്തെ ഉയർത്തിക്കാട്ടി ആൾക്കാരെ കൂട്ടിയതും ഇപ്പോൾ കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ രക്തസാക്ഷിത്വ സംസ്കാരം വരുമ്പോഴാണ് കൊന്നവനെ കൊല്ലാനുള്ള ത്വര ഉണ്ടാവുക. രക്തസാക്ഷിത്വ ദിനത്തിലൂടെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആചരിക്കുന്നത് അജ്ഞതയെയാണ്. മരണമെന്ന പ്രക്രിയയിലാണ് സർഗാത്മകതയും സാധ്യതയും കുടികൊള്ളുന്നത്. അതിനാൽ മരണത്തെ ജയിക്കാനാണ് ക്രിസ്തു പറഞ്ഞത്, അല്ലാതെ ആചരിക്കാനല്ല. ഈ ദൈവസങ്കല്പ സഭാ സ്വാധീനമാണ് CPM നേതാവ് M സ്വരാജിനെ കൊണ്ട് ശബരിമല അയ്യപ്പനും മാളികപ്പുറവും വിവാഹിതരായെന്ന് പറയാൻ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ RSSകാരെ കൊണ്ട് ബലിദാനമെന്നും അയ്യപ്പ ഭക്തരെ നാമജപ സമരവുമായി തെരുവിലിറക്കാനും ഒക്കെ ഈ സ്വാധീനമാണ് കാരണമായത്. അതിതീവ്രമായ ജീർണതയെ അതേപടി അംഗീകരിച്ചുകൊണ്ട് സർഗാത്മകതയെ ഉണർത്തിയതാണ് ശ്രീനാരായണ ഗുരുവിലൂടെ കേരളത്തിൽ സംഭവിച്ച നവോത്ഥാനം. ആ നവോത്ഥാനത്തിൻ്റെ വിടർന്ന ചിറകിലേറിയാണ് കമ്മ്യൂണിസം കേരളത്തെ എതിർദിശയിലേക്ക് കൊണ്ടെത്തിച്ച് നാം ഇവിടെ എത്തി നിൽക്കുന്നത്. പെസഹ വ്യാഴാഴ്ച അജ്ഞതയുടെ അവസാനത്തെ അത്താഴമാണ്. ഗുഡ് ഫ്രൈഡേ ഒരിക്കലും ദുഃഖവെള്ളിയല്ല, അത് പുണ്യവെള്ളിയാണ്.